ഇതൊരു ചെറിയ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് ഇതിൽ ചില തെറ്റുകളൊക്കെ സംഭവിച്ചിരിക്കാം. കാരണം ഞാൻ മ്യൂറൽ പെയിൻറ്റിംഗ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ നോക്കി വരച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ്, പ്രാക്ടീസാണിത്. എങ്ങനെ ചെയ്യാം, മ്യൂറൽ എങ്ങനെ വൃത്തിയായിട്ട് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളൊരു ഇതിൽ ഞാൻ ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു ചിത്രമാണ്. ചെറിയ ഡിസൈൻസുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്ത് പോരുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ചെറുങ്ങനെ ഇതിൻ്റെ ടാപ്പ്, അതായത് ഈ ബോർഡറിന് വേണ്ടിയിട്ട് ഒട്ടിച്ച് ഈ ടാപ്പ് ചെറുങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ടാപ്പ് സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് ആ ചിത്രത്തിന് ഒന്നുകൂടി ഒരു ഭംഗി വരും. ഒരു ബോർഡറിൻ്റെ ഒരു പ്രത്യേക ഒരു വൈറ്റ് എടുത്ത് കാണിക്കുന്ന സമയത്ത് അതൊന്നുകൂടി ഒരു ഭംഗിയിലേക്ക് വരുന്നതായിരിക്കും ചിത്രം. കാരണം ഇത്രയും നേരം നമ്മൾ ചെയ്ത പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ പുറമേക്ക് വരുന്ന ഭാഗങ്ങൾ ഇതൊരു ചെറിയ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് ഇതിൽ ചില തെറ്റുകളൊക്കെ സംഭവിച്ചിരിക്കാം. കാരണം ഞാൻ മ്യൂറൽ പെയിൻറ്റിംഗ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ നോക്കി വരച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ്, പ്രാക്ടീസാണിത്. എങ്ങനെ ചെയ്യാം, മ്യൂറൽ എങ്ങനെ വൃത്തിയായിട്ട് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളൊരു ഇതിൽ ഞാൻ ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു ചിത്രമാണ്. ചെറിയ ഡിസൈൻസുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്ത് പോരുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ചെറുങ്ങനെ ഇതിൻ്റെ ടാപ്പ്, അതായത് ഈ ബോർഡറിന് വേണ്ടിയിട്ട് ഒട്ടിച്ച് ഈ ടാപ്പ് ചെറുങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ടാപ്പ് സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് ആ ചിത്രത്തിന് ഒന്നുകൂടി ഒരു ഭംഗി വരും. ഒരു ബോർഡറിൻ്റെ ഒരു പ്രത്യേക ഒരു വൈറ്റ് എടുത്ത് കാണിക്കുന്ന സമയത്ത് അതൊന്നുകൂടി ഒരു ഭംഗിയിലേക്ക് വരുന്നതായിരിക്കും ചിത്രം. കാരണം ഇത്രയും നേരം നമ്മൾ ചെയ്ത പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ പുറമേക്ക് വരുന്ന ഭാഗങ്ങൾ അത് വ്യക്തമായിട്ട് മാറി അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ബോർഡർ കൃത്യമായിട്ടൊരു നല്ല വൃത്തിയോട് കൂടിയ ഒരു ബോർഡറായിട്ട് അത് മാറി വരുന്നതായിരിക്കും. ഇപ്പോൾ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബോർഡർ ഒന്നുകൂടി ഒരു വൈറ്റ് ബോർഡർ വരുന്ന സമയത്ത് ആ ചിത്രത്തിന് ഒന്നുകൂടി നല്ലൊരു ഭംഗിയുണ്ടാകും. ഇത് എത്രത്തോളം ആയിനൊന്നും എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.